ലാലീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ മോദ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുടംപുളി 6 പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത്. അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കണം. കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് എണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടും. കറിവേപ്പിലയും കൂടി ഇട്ടു. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും ബാക്കി പൊടികളെല്ലാം കൂടി ഇട്ടണം. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളി ഇട്ടു. തിളച്ചിങ്ങനെ എണ്ണയൊക്കെ പൊങ്ങി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വേകട്ടെ. ഇത് ഇടയ്ക്കത് ഇങ്ങനെ എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഒരുപാട് ഇളക്കിയാലും മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. വളരെ സ്വാദിഷ്ടമായ മീൻ കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.